ഇപ്പോൾ പ്രതിപക്ഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കുറെ നാളായിട്ട് കാണാതെ പോയ ഒരാളല്ലേ. എനിക്ക് വളരെ സന്തോഷം. വളരെ സജീവമാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അല്ലല്ല, സമരം ചെയ്യുകയും ജനങ്ങളുമായി സംവദിക്കുകയും ഈ സർക്കാരിന്റെ മുഖം മൂടി വലിച്ചു കീറി ഇതാണ് ഈ സർക്കാർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ദൗത്യം കൂടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ജനങ്ങളെ മറന്ന സർക്കാരാണ്. അവർക്കിപ്പോ അധികാരത്തിന്റെ ഹുങ്കാണ്. അതാണ് ഇത്തരം വാക്കുകൾ നാവിൽ നിന്ന് വരുന്നത്. അല്ല, എല്ലാ നികുതിയും പിൻവലിക്കണമെന്ന് നമുക്ക് ഒരു പ്രതിപക്ഷത്തിനും ആവശ്യപ്പെടാൻ പറ്റില്ല. സർക്കാർ നികുതി ഏർപ്പെടുത്തും. പക്ഷെ അന്യായമായ അശാസ്ത്രീയമായ നികുതികൾ, ഇത് വിലക്കയറ്റം ഇപ്പൊ തന്നെ രൂക്ഷമായ വിലക്കയറ്റമാണ്. ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ഫ്യൂവൽ സെസ്സിന്റെ വില വർധനവ് അത് സ്വാഭാവികമായ വിലക്കയറ്റത്തിനും കൃത്രിമമായ വിലക്കയറ്റത്തിനും ഇടയാക്കും. ധനകാര്യമന്ത്രി സമ്മതിച്ചല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ നികുതി പിരിക്കാത്തത്? ഇന്നലെ ഏത് കാര്യമാണ് അവര് ശരിയാണെന്ന് പറഞ്ഞത്? IGST പിരിച്ചില്ല, സമ്മതിച്ചു. സ്വർണം പിരിച്ചില്ല, സമ്മതിച്ചു. TOT പിരിച്ചില്ല, സമ്മതിച്ചു. കള്ളക്കച്ചവടം നടക്കുന്നുണ്ട്, സമ്മതിച്ചു. പിന്നെ എന്തിനാണ് ഒരു ഭരണം? ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഭരണം? എന്നിട്ട് സ്വർണ്ണക്കാരന്റെ കയ്യിൽ നിന്നും ബാറുകാരന്റെ കയ്യിൽ നിന്നും കിട്ടാത്ത നികുതി പാവപ്പെട്ടവന്റെ നിന്ന് പോക്കറ്റ് അടിക്കുകയും പിടിച്ചു പറിക്കുകയും ചെയ്യുന്നത് എവിടത്തെ സമീപനമാണ്? അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ല, ഇന്ധന സെസ് പൂർണ്ണമായി പിൻവലിക്കണം. കാരണം ഇപ്പൊ തന്നെ 30% നികുതി സംസ്ഥാന ഗവൺമെന്റും കിഫ്ബിക്ക് വേണ്ടി വേറെ സെസ്സും ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് സെസ് ഉണ്ട്, അവരുടെ നികുതിയുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് ഇത്രയും വലിയ തുക വർദ്ധിക്കുന്നത്. അവരും സമരം ചെയ്തതല്ലേ കേന്ദ്ര ഗവൺമെന്റിനെതിരായി? ഞങ്ങളും സമരം ചെയ്തതല്ലേ? എന്നിട്ട് ഇവര് വന്നിട്ട് വീണ്ടും അത് കൂട്ടുമോ? അങ്ങനെ ചെയ്യാമോ? അല്ലല്ല, അത് ഞങ്ങൾ നേതൃത്വം കൂടി തീരുമാനിക്കും. ഇപ്പൊ പ്രഖ്യാപിച്ച സമരങ്ങൾ നടക്കും. അടുത്ത ഘട്ടത്തിലുള്ള സമരം UDF നേതൃത്വം കൂടി തീരുമാനിക്കും. അല്ല, അതൊരു ശരിയായ രീതിയല്ല. കാരണം ഇവിടെ ഇല്ലാത്ത ഒരു പ്രാക്ടീസാണ് പുതിയതായിട്ട് വരുന്നത്. ആ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ പണ്ട് എല്ലാ TV-കാർക്കും അനുവാദം കൊടുത്തിരുന്നു. ഞങ്ങളുടെ അഭിപ്രായം എല്ലാ ചാനലുകൾക്കും അനുവാദം നിയമസഭയിൽ കൊടുക്കണമെന്നാണ്. കാരണം ഭരണകക്ഷിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചാനലായി നിയമസഭാ ചാനൽ മാറിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും. അതുമായി സഹകരിച്ചു പോകണോ എന്ന് ഇക്കണക്കിനാണ് പോകുന്നതെങ്കിൽ നിയമസഭാ ചാനലുമായി സഹകരിക്കണോ വേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണ് നികുതി വർധനവിനെതിരായി സമരം ചെയ്യുന്നതിന്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നികുതി അടയ്ക്കണ്ട, നിങ്ങൾ വീട്ടുകരം അടയ്ക്കണ്ട, നിങ്ങൾ വെള്ളക്കരം അടയ്ക്കണ്ട, നിങ്ങൾ വൈദ്യുതി ചാർജ് അടയ്ക്കണ്ട, അടയ്ക്കാതെ പ്രതിഷേധിക്കും പറഞ്ഞ ആളാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അതൊക്കെ മറന്നുപോയത്. അല്ല, ഞങ്ങൾ അതൊന്നും പറയില്ലല്ലോ. ഞങ്ങളൊരു നിയമ സംവിധാനത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ല. നിയമം ലംഘിക്കാൻ പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയും. ഇപ്പോ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ അതൊന്നും പറയില്ല. ആ രീതിയിലൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ഞങ്ങളുടെ സമരത്തെ കളിയാക്കിയല്ലേ.